പത്തനംതിട്ടയിൽ മാരാമൺ കൺവെൻഷന്റെ ഭാഗമായുള്ള യുവവേദി പരിപാടിയിൽ നിന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെ ഒഴിവാക്കി. മതിയായ കൂടിയാലോചനയില്ലാതെ സതീശനെ ക്ഷണിച്ചതിൽ മാർത്തോമാ സഭയ്ക്കുള്ളിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്നു. സതീശനെ ഔദ്യോഗികമായി ക്ഷണിച്ചിട്ടില്ലെന്നും ചില മാധ്യമങ്ങളിൽ വന്ന വാർത്ത സഭയുടെ അറിവോടെ അല്ലെന്നും സഭാ നേതൃത്വം പറയുന്നു. മിഥുൻ മുരളി ചേരുന്നു. മിഥുൻ, പത്തനംതിട്ട മാരാമൺ കൺവെൻഷന്റെ ഭാഗമായുള്ള യുവവേദി പരിപാടിയിൽ നിന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെ ഒഴിവാക്കിയത് ഏത് രീതിയിലുള്ള ഒരു ആശയക്കുഴപ്പം നിലനിൽക്കുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു, അതോ മറ്റെന്തെങ്കിലും രാഷ്ട്രീയ സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ടോ ഇതിന്മേൽ? രാഷ്ട്രീയ കാരണങ്ങളുണ്ട്. ഫെബ്രുവരി 9 മുതലാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രൈസ്തവ സംഗമം മാരാമൺ കൺവെൻഷൻ നടക്കുന്നത്. ഈ കൺവെൻഷനുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ നേതാക്കന്മാർ യുവജന സഖ്യത്തിന്റെ യുവവേദിയിലെത്തി സംസാരിക്കുന്ന രീതിയുണ്ട്. പല പ്രമുഖരെയും സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരെ ഈ യുവജന സഖ്യത്തിന്റെ യുവവേദിയിലേക്ക് അതിഥികളായി ക്ഷണിക്കാറുമുണ്ട്. ആദ്യഘട്ടത്തിൽ വി.ഡി. സതീശന്റെ പേരും ഈ ഒരു പട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്നു. പിന്നീട് ഈ പട്ടികയിൽ നിന്നും വി.ഡി. സതീശനെ ഒഴിവാക്കുകയായിരുന്നു. മാരാമൺ കൺവെൻഷന്റെ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് നേരത്തെ പ്രമുഖരായിട്ട് ശശി തരൂർ ഉൾപ്പെടെയുള്ള പല കോൺഗ്രസ് നേതാക്കളും പങ്കെടുത്തിട്ടുണ്ട് മുൻ വർഷങ്ങളിൽ. ഈ യുവജന സഖ്യത്തിന്റെ യുവവേദിയിലാണ് ഇങ്ങനെ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ വന്ന് സംസാരിക്കുകയും ക്ഷണിതാക്കളായി എത്തുകയും ഒക്കെ ചെയ്യാറുള്ളത്. പക്ഷേ ഇത്തവണ മാരാമൺ കൺവെൻഷനുമായി ബന്ധപ്പെട്ട് മാർത്തോമാ സഭയുടെ അധ്യക്ഷൻ തിയോഡോഷ്യസ് മാർത്തോമാ മെത്രാപ്പൊലീത്ത അംഗീകരിക്കുന്ന ആ ഒരു അന്തിമ പട്ടികയ്ക്ക് മുമ്പ് തന്നെ വി.ഡി. സതീശൻ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നു എന്നുള്ള ചില വാർത്തകൾ ചില മാധ്യമങ്ങളിൽ വന്നു. സഭയുടെ ഔദ്യോഗികമായിട്ടുള്ള ഒരു അന്തിമമായിട്ടുള്ള പട്ടിക പുറത്തു വരും തന്നെ, സഭ അംഗീകരിക്കും മുൻപ് തന്നെ ഇങ്ങനെ വാർത്തകൾ ചില മാധ്യമങ്ങളിൽ വന്നത് സഭയിൽ ചില തർക്കങ്ങൾക്ക് കാരണമായി എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. അത് പ്രത്യേകിച്ചും സഭയ്ക്കുള്ളിലെ കോൺഗ്രസ് അനുകൂലികളും ഇടത് അനുകൂലികളും തമ്മിലുള്ള ചില തർക്കങ്ങളിലേക്കും ആശയക്കുഴപ്പങ്ങൾക്കും കാരണമാവുകയായിരുന്നു. വി.ഡി. സതീശനെ പങ്കെടുപ്പിക്കുന്നത് ഇത് സഭ കോൺഗ്രസുമായി അടുക്കുന്നതിന്റെ ഭാഗമാണ് എന്നുള്ള തരത്തിലുള്ള വാർത്തകളാണ് ചില മാധ്യമങ്ങളിൽ നേരത്തെ തന്നെ വന്നത്. ഇത് സഭ ഔദ്യോഗികമായിട്ട് സഭയുടെ അധ്യക്ഷൻ തിയോഡോഷ്യസ് മാർത്തോമാ മെത്രാപ്പൊലീത്ത ഈ പട്ടികയിൽ വി.ഡി. സതീശന്റെ പേര് ഉൾപ്പെടുത്തി അംഗീകാരം നൽകുന്നതിന് മുൻപേ തന്നെയായിരുന്നു ഇങ്ങനെയുള്ള വാർത്തകൾ വന്നത്. ഇതിനെ എതിർത്തുകൊണ്ടാണ് സഭയ്ക്കുള്ളിലെ ചില ഇടത് അനുകൂലികൾ രംഗത്തെത്തുകയും കോൺഗ്രസ് അനുകൂലികളും ഇടത് അനുകൂലികളും തമ്മിലുള്ള ചില തർക്കങ്ങൾക്ക് ആശയക്കുഴപ്പങ്ങൾക്ക് കാരണമാവുകയും ചെയ്തത്. ഇങ്ങനെ വാർത്ത വന്നതിലുള്ള ഒരു എതിർപ്പ് അറിയിച്ചുകൊണ്ടാണ് ഇപ്പോൾ അന്തിമമായ പട്ടിക ലിസ്റ്റ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നപ്പോൾ അത് മാർത്തോമാ സഭ അധ്യക്ഷൻ തിയോഡോഷ്യസ് മാർത്തോമാ മെത്രാപ്പൊലീത്ത അംഗീകരിച്ച പട്ടികയിൽ നിന്നും വി.ഡി. സതീശന്റെ പേര് ഒഴിവാക്കിയിരിക്കുന്നത്. അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട് വി.ഡി. സതീശനാണോ രമേശ് ചെന്നിത്തലയാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഉയർന്നു വരുന്ന പശ്ചാത്തലത്തിൽ പരമാവധി സഭാ നേതൃത്വങ്ങളും ഒക്കെ ആയിട്ട് അടുപ്പം ഉണ്ടാക്കാൻ ഇരു നേതാക്കളും ശ്രമിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ വി.ഡി. സതീശന്റെ ഈ ഒരു മാരാമൺ കൺവെൻഷന്റെ ഔദ്യോഗിക പട്ടികയിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. എന്തായാലും ഔദ്യോഗികമായി സഭ അംഗീകരിച്ച ആ പട്ടികയ്ക്ക് മുമ്പ് തന്നെ വി.ഡി. സതീശൻ മാർത്തോമാ സഭയുമായി അടുക്കുന്നു, മാർത്തോമാ സഭയുടെ ഈ കൺവെൻഷനിൽ പങ്കെടുക്കുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നതാണ്. ഇരു വിഭാഗങ്ങളും തമ്മിലുള്ള സഭയ്ക്കുള്ളിലെ ഇടത് അനുകൂലികളും കോൺഗ്രസ് അനുകൂലികളും തമ്മിലുള്ള ഒരു തർക്കത്തിലേക്കും അല്ലെങ്കിൽ ഒരു ആശയക്കുഴപ്പത്തിലേക്കും ഒക്കെ ഉണ്ടാവുകയും സഭയ്ക്കുള്ളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉയർന്നു വരുന്ന സാഹചര്യം ഉണ്ടാവുകയും പിന്നീട് സഭ അധ്യക്ഷൻ തന്നെ ഇങ്ങനെയൊരു വാർത്തകൾ ഇതിനു മുൻപ് തന്നെ സഭ അംഗീകരിക്കും മുൻപ് തന്നെ പട്ടിക അംഗീകരിക്കും മുൻപ് തന്നെ വന്നിരിക്കുന്ന പശ്ചാത്തലത്തിൽ സതീശനെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുകയും അംഗീകാരം നൽകുകയും ചെയ്തിരിക്കുന്നത്. വിവിധ രാഷ്ട്രീയ രംഗത്തെ 4ഓളം മറ്റ് പ്രമുഖരുടെ പേരുകളാണ് ഇപ്പോൾ ഈ ഒരു പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത് അന്തിമമായി ഇന്നോടുകൂടി പുറത്തു വരുമെന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. രോഹിണി. ശരി, മിഥുൻ മുരളിയാണ് വിവരങ്ങൾ നൽകിയത്.